പ്രൈസ് ലോർഡ്. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആമേൻ, ചിരിച്ച മുഖത്തോടുകൂടെ പ്രൈസ് ലോർഡ്. ആമേൻ. ആർക്കും ചിരി വരുന്നില്ല. എന്ത് പറ്റി? എന്തെങ്കിലും സന്താപക്കേടുണ്ടോ? ആമേൻ. അങ്ങനെ സന്തോഷമില്ലായ്മയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ഉള്ളിനകത്ത് തന്നെ കിടക്കുന്നത് കൊണ്ടാണ് ആമേൻ എറിയേണ്ടവൻ്റെ കരങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നത് കൊണ്ടാണ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പല ആമേൻ സങ്കടങ്ങളും ഇന്നും നമ്മളെ വിട്ട് മാറാതെയായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ച് ആമേൻ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറയുവാൻ പ്രാർത്ഥനയോടെ സന്തോഷത്തോടുകൂടെ ചിരിച്ച മുഖത്തോടുകൂടെ ആ നല്ല കർത്താവിനെ ഒന്ന് ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജയം ബ്രദർ ആമേൻ ഹല്ലേലൂയ പറയുന്നത് പോലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയുവാൻ, ദൈവത്തിന് സ്തുതിയും മഹത്വവും കൊടുക്കുവാൻ പറയുന്നത് ആമേൻ നമ്മളെപ്പോലുള്ള ഒത്തിരി പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ആമേൻ ഒത്തിരി പേർ ആമേൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോസ്റ്ററുകൾ നോക്കുമ്പോൾ ആമേൻ ഒത്തിരി യൗവന തലമുറകൾ ആമേൻ ആമേൻ അകാല മൃത്യു ആമേൻ പൊലിഞ്ഞുപോയി ആമേൻ ഒത്തിരി പോസ്റ്ററുകൾ കാണുമ്പോൾ ആമേൻ നമ്മളെ സമപ്രായത്തിലുള്ളവർ എത്രയോ പേർ പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക് മൂലം മരണപ്പെടുന്നു. പ്രൈസ് ലോർഡ്. സ്ട്രോക്ക് മൂലം ആമേൻ ബെഡിൽ കിടക്കുന്നു. ആമേൻ ചലനമറ്റു കിടക്കുമ്പോൾ ആക്സിഡന്റുകളിലും മറ്റ് ആമേൻ പ്രതിസന്ധികളാലും കഷ്ടതകളിലും കണ്ണുനീരിലുമായിരിക്കുമ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത ആമേൻ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച ആ നല്ല സ്നേഹത്തെ ഓർത്ത്, ആ ദയയെ ഓർത്ത്, ആമേൻ ആ കരുണയെ ഓർത്ത് ആമേൻ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ മഹത്വമോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ വിദ്യാഭ്യാസമോ പുകഴ്ചയോ മറ്റു യോഗ്യതകളൊന്നുമല്ല. അവൻ നമ്മളെ തേടി വന്നൊരു സ്നേഹമുണ്ട്. അവൻ നമ്മളെ സ്നേഹിച്ച വിധത്തെ ഇന്ന് പകലിൽ എത്ര പേർക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് എപ്പോഴും ആമേൻ എൻ്റെ മെസ്സേജുകൾ കേൾക്കുന്ന നിങ്ങൾക്കറിയാം ആമേൻ ആദ്യം ഞാൻ എൻ്റെ നല്ല കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാരണം ജീവനോടെ ഇരിക്കുന്നത് തന്നെ ആമേൻ വലിയൊരു അത്ഭുതമാണ്. പ്രൈസ് ലോർഡ്. ആമേൻ 139 സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ട കർത്താവ്. ആമേൻ ആമേൻ. എവിടെയെങ്കിലും പോയി ആ കർത്താവിനെ ഒളിച്ച് എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചാൽ സങ്കീർത്തനം 139 ആമേൻ ഇപ്രകാരം പറയുന്നു, ആമേൻ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ ശോധന ചെയ്തറിയുന്ന ദൈവം. പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും ആമേൻ എവിടെ പോയി തിരുസന്നിധി വിട്ട് ഒളിക്കുവാൻ ശ്രമിച്ചാലും ആമേൻ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം തൊടും. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. യോനയെ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് നിന്ന് പുറത്തെടുത്ത ദൈവം. ആമേൻ. ഹല്ലേലൂയ. സിംഹക്കൂട്ടിനകത്ത് ഇറങ്ങി വന്ന് ദാനിയേലിനെ വിടുവിച്ച ദൈവം. ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീച്ചൂളയ്ക്കകത്ത് ആമേൻ ഇറങ്ങി വന്ന് ആ വിടുവിച്ചൊരു കരമാണ് ഇന്ന് വൈകിയ വേളയിലും നമ്മൾ ഇതിനകത്ത് ഇരിക്കുവാൻ കാരണമായി തീരുന്നത്. പ്രൈസ് ലോർഡ്. പലപ്പോഴും ദൈവം നടത്തിയ വിധങ്ങളെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ നല്ല നാഥൻ നടത്തിയ ആമേൻ കരുതിയ ശ്രേഷ്ഠ പദവികളെ ആമേൻ ആ കരുണയെ എത്ര പേർ ചിന്തിച്ച് ഉറങ്ങാറുണ്ട്? ആമേൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ എത്ര പേർ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ ഈ രാത്രി എനിക്ക് കാണുവാൻ ദൈവം സഹായിച്ചു. ആമേൻ രാത്രി പറയുവാൻ കഴിയുന്നുണ്ടോ, നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നു, വൈകുന്നേരം കാണുവാൻ സ്വർഗം സഹായിച്ചു. ആമേൻ. ആ തന്ന ആയുസ്സിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റണം, സ്തുതി കരേറ്റണം. നമ്മുടെ മക്കൾ വാഹനങ്ങളുമായി റോഡിൻ്റെ നിരപ്പുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കാർത്ത ആ നല്ല കർത്താവിനെ സ്തുതിക്കണം. ആമേൻ. ഭർത്താവ് വാഹനവുമായി കടന്നു പോയപ്പോൾ ആ സ്ഥാനത്ത് കൂടെ ഇരുന്ന നല്ല കർത്താവിനെ ഓർത്ത് സ്തുതിക്കണം. ആമേൻ. വാർക്കപ്പണിക്കും പെയിന്റിങ്ങിനൊക്കെ കടന്നു പോകുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. ആമേൻ. അവരെ ആമേൻ ആമേൻ ആ അത്രയും ഹൈറ്റിൽ അവർ തൊഴിൽ ചെയ്ത സമയത്തും അവരെ സൂക്ഷിച്ച നല്ല കർത്താവിനെ സ്തുതിക്കണം. സഹോദരിമാർ, ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വഴിതലയ്ക്കൽ ആമേൻ കുടുംബങ്ങളെ തകർക്കുന്ന പിശാച്, തലമുറകളെ തകർക്കുന്ന പിശാച് ആമേൻ അതിനെ ഈ ദിവസങ്ങൾ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരത്തെ പ്രാപിച്ചു വേണം ഈ ദിവസങ്ങളിൽ മടങ്ങിപ്പോകുവാൻ. പ്രൈസ് ലോർഡ്. ആ നല്ല കർത്താവിൻ്റെ നാമം ഇന്ന് വൈകിയ വേളയിലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ 2-3 ആഴ്ചയായി ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആലോചനയുമായി
ദൈവമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ മെയിൻ ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രസംഗിക്കണമെന്ന് വിചാരിച്ചു കയറി. പക്ഷേ കർത്താവ് മറ്റൊരു ആലോചന തന്നു, അതുമായി കടന്നുപോയി. ഞാനെന്ന് പറയുവാനിടയായി. ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ച വൈകുന്നേരത്തെ സെക്ഷനിൽ അത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ച ആലോചനയെ പങ്കുവെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയാൽ പ്രാർത്ഥനയോടെയായിരിക്കുന്നു. എന്തായാലും പാടുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയ. കർത്തൃദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ ആലപിക്കുവാനിടയായി. ഹല്ലേലൂയ. കർത്താവ് പ്രിയ അഭിഷിക്തനെ ധാരാളമായി, തൻ്റെ കുടുംബത്തെ ഹല്ലേലൂയ, തൻ്റെ തൊഴിലിനെ, കുടുംബജീവിതത്തെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കീബോർഡ് വായിച്ച പ്രിയ പൈതൽ അഭിഷിക്തദാസൻ എൻ്റെ മുൻപിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവ പൈതങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി, എൻ്റെ പിതൃതുല്യം സ്നേഹിക്കുന്നവർ, ഞാൻ മാതൃതുല്യം സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വീഡിയോയിലൂടെയും എന്നെ കാണുന്ന എൻ്റെ സകല പ്രൈഷർ ഫാമിലി കുടുംബങ്ങളെയും, എന്നെ ആദ്യമായി വീക്ഷിക്കുന്ന സകല കുടുംബങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ ശബ്ദം കേൾക്കുവാൻ നിങ്ങളെ ഇതിനകത്തും ഈ വീഡിയോയിലൂടെയും ശ്രമിക്കുവാൻ നിങ്ങളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി ബന്ധനങ്ങളിൽ കിടക്കുന്ന, കെട്ടുകളിൽ കിടക്കുന്ന ഒത്തിരി പേരെ പുറത്തെടുക്കുവാൻ ഇന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് കാരണമായി തീരട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 14-ാമത്തെ വാക്യം. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയും ഇല്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. വീണ്ടും അതിൻ്റെ 16 ഇപ്രകാരം പറയുന്നു, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയിട്ടില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയിട്ടില്ല. ചില മിനിറ്റുകൾ കൂടി നല്ല കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകളെ അടച്ച് ചില മിനിറ്റുകൾ കൂടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വൈഷമന അഥാനകശിയാംതേനെ വൈഡമന ശംതനെ വൈഡൽ ഘടകശി. കർത്താവേ, അങ്ങേൽപ്പിച്ച ആലോചന ഇന്ന് പകലിൽ ഈ ജനത്തിന് വിളമ്പേണ്ടതിന് അടിയൻ ഇവിടെയായിരിക്കുന്നു. എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല കർത്താവ്, ഇന്ന് പകലിൽ സംസാരിക്കണമേ. ഈ ജനത്തിന് വേണ്ട മന്നയെ സ്വർഗമങ്ങടിയൻ്റെ നാവിലൂടെ വിളമ്പുന്നതിനായി സ്തോത്രം. അടിയൻ്റെ നാമമല്ല ഈ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങേണ്ടത്, സ്വർഗത്തിലെ നാമം മാത്രം. ഞാനിവിടെ കുറയണം, എൻ്റെ യേശുവിൻ്റെ നാമം ഇതിനകത്ത് വളരണം. അങ്ങയുടെ പ്രവൃത്തി ഹല്ലേലൂയ ചെയ്ത് മടങ്ങുവാൻ സ്വർഗമങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വായിച്ചു കേട്ടെ, യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു. വീണ്ടും അതിന്റെ 16 പ്രകാരം പറയുന്നു, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ നാവിന്മേലുള്ള അധികാരത്തെ പിടിച്ചു വെച്ച് ചില വിഷയങ്ങളെ നോക്കി പ്രവചിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആലോചന പറയുകയാണ്. വിശ്വാസത്തോടെ നിന്റെ ദാരിദ്ര്യത്തെ നോക്കി, നിന്റെ സങ്കടങ്ങളെ നോക്കി, നിന്റെ പ്രശ്നങ്ങളെ നോക്കി, നിന്റെ കുടുംബത്തിന്റെ ആവലാതികളെ നോക്കി പരിശുദ്ധാത്മാവ് തന്ന അധികാരം വെച്ചിട്ട് വിശ്വാസത്തോടെ പറയുവാൻ തയ്യാറാകണം. ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും, എൻ്റെ കുടുംബം തകരത്തില്ല, എൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം തകരത്തില്ല, എൻ്റെ തലമുറയുടെ ഭാവി തകരത്തില്ല. എൻ്റെ ഇന്നലകളെക്കാൾ എൻ്റെ നാളെയെ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്ന, എൻ്റെ ഇന്നലെയേക്കാൾ, എൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതത്തെക്കാൾ, എൻ്റെ ഇന്നലെ വരെയുള്ള സാഹചര്യത്തെക്കാൾ എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു കുറവിൻ്റെ അനുഭവമായിരിക്കാം ഉണ്ടായിരുന്നത്, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്ത് ഞെരുക്കമായിരിക്കാം ഉണ്ടായിരുന്നത്, പ്രശ്നമായിരിക്കാം ഉണ്ടായിരുന്നത്, പ്രതിസന്ധി ആയിരിക്കാം ഉണ്ടായിരുന്നത്. വിശ്വാസത്തോടെ നീ നോക്കി പ്രവചിക്കുക. ചില കാറ്റുകൾ അടങ്ങുവാൻ പോകുന്നു, ചില തിരമാലകൾ ഇന്ന് പകലിൽ നിന്റെ ഒരൊറ്റ വാക്കിന് മുമ്പിൽ കീഴടങ്ങുവാൻ പോകുന്നു. വിശ്വാസത്തോടെ എനിക്കറിയത്തില്ല, ചില തിരമാലകളെ നോക്കി, ചില പ്രശ്നങ്ങളെ നോക്കി, ചില ഇല്ലായ്മകളെ നോക്കി, ചില ഞെരുക്കങ്ങളെ നോക്കി, ചില ബിസിനസ്സുകളെ നോക്കി, ഹല്ലേലൂയ, നീ വിശ്വാസത്തോടെ പ്രവചിക്കുവാൻ
പറയുവാൻ തുടങ്ങ്. നിന്റെ നാവിന്മേലുള്ള അധികാരത്തിന്റെ ശക്തി ഇന്ന് പകലിൽ പുറത്തു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത് നിന്റെ ഇന്നലകളെക്കാൾ നിന്റെ നാളെയെ ഏറ്റവും ശ്രേഷ്ഠമാക്കുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിളിച്ചു പറയട്ടെ, കരുതുന്നൊരു കരം കൂടെയുള്ളപ്പോൾ, ആമേൻ, താലോലിക്കുന്ന ഒരു അപ്പൻ കൂടെയുള്ളപ്പോൾ, ആമേൻ, ഇട്ടേച്ച് പോയവരെ നീ മൈൻഡ് ചെയ്യണ്ട. ആമേൻ, നിന്നോടൊപ്പം കൂടെ ഇരുന്ന് ഏത് ഇരുളിന്റെ താഴ്വരയിലും, ഏത് കണ്ണുനീരിന്റെ താഴ്വരയിലോ, ഏത് മരണത്തിന്റെ താഴ്വരയിലോ, ഏത് ഐസിയുവിനകത്തും, ഏത് വെന്റിലേറ്ററിനകത്തും, ഏത് മരണത്തിന്റെ കല്ലറയ്ക്കകത്തും ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു നല്ല നാഥനുണ്ടെന്ന് അവൻ ഇന്ന് വൈകിയ വേളയിൽ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ചില കല്ലറയുടെ വാതിലുകൾ ഇന്ന് തുറക്കുവാൻ പോകുന്നു. നീ ചില മാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കല്ലറയുടെ ആമേൻ അനുഭവം, നാറ്റം വമിച്ച അവസ്ഥ, നല്ലതൊന്നും പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആ ശവപ്പറമ്പിനകത്ത് ആമേൻ മുഴങ്ങി കേൾക്കുന്ന, ആമേൻ, ആ ശവക്കോട്ടയിൽ നിന്ന് പുറത്തു വരുന്ന, ആമേൻ, ആ ഗന്ധത്തിന്റെ നടുവിലായിരിക്കുന്നു. നിന്റെ നാറ്റം വമിച്ച അവസ്ഥയെ മാറ്റി തരുവാൻ, ആമേൻ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നിന്റെ നാറ്റം വമിച്ച ആമേൻ എല്ലാ സാഹചര്യത്തെയും മാറ്റി തരുവാൻ കഴിവുള്ളൊരു ദൈവം അവൻ ഇന്ന് വൈകിയ വേളയിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തൊടുക തന്നെ ചെയ്യും, അവൻ നിന്നെ സന്ദർശിക്കുക തന്നെ ചെയ്യും, അവൻ നിന്നെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ കണ്ട് മറികടന്ന് പോകുന്നൊരു ദൈവമല്ല, അവൻ കരയുന്നവരോട് കൂടെ കരയുന്ന ദൈവം. ആമേൻ, മാർത്തയും ആമേൻ മറിയയും കരയുന്നത് കണ്ട് ആമേൻ, ആമേൻ, ആ അപ്പൻ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹന്നയെ ഓർത്തെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് വൈകിയ വേളയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, ചില ഹാഗർമാരെ കർത്താവ് ഓർക്കുന്നുണ്ട്, ചില ഹന്നമാരെ അവൻ തൊടുന്നുണ്ട്. ജൂഡവ ശംധന അടകതുനി ദിഗാരഗടക ശംധന അടകദരഗടക ശിദീബൽ പ്രൗഢവന ശംധനെ അടകം ധരാരകൾ പ്രൗഢവന. കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക്, ആമേൻ, നിലവിളിക്കുന്ന നിന്റെ നിലവിളികൾക്ക് സ്വർഗ്ഗം ഇന്ന് പകലൊരു മറുപടി അയക്കുന്നുണ്ട്. കരയുന്ന നിന്നെ ലോകത്തിന് വേണ്ടായിരിക്കാം, ഭർത്താവിന് വേണ്ടായിരിക്കാം, ഭാര്യയ്ക്ക് വേണ്ടായിരിക്കാം, മക്കൾക്ക് വേണ്ടായിരിക്കാം, അമ്മായിയമ്മയ്ക്ക് വേണ്ടായിരിക്കാം, മരുമക്കൾക്ക് വേണ്ടായിരിക്കാം. പക്ഷേ കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് മറുപടി നൽകുന്ന ഒരു നല്ല കർത്താവുണ്ട്. ലോകം തള്ളിക്കളയട്ടെ, ലോകം ഉപേക്ഷിക്കട്ടെ, ആമേൻ, ലോകം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ പടകിന് നേരെ ഈ ലോകം മുഴുവനും ആഞ്ഞടിച്ചാലും, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയും, ആമേൻ, തിന്മ നിന്നെ തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്, തിന്മ നിന്നെ തൊടത്തില്ല. പിശാച് നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന ഓരോ സംഭവങ്ങളും, ഓരോ പ്രശ്നങ്ങളും, ആമേൻ, ഹല്ലേലൂയ, അത് തിന്മയാ. പക്ഷേ സ്വർഗം പറയുന്നു, ആ തിന്മയെ ജയിക്കുവാനുള്ള ഒരു അധികാരത്തെ, ആമേൻ, സ്വർഗം ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിനകത്ത് നൽകുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകലിലും, ആമേൻ, എനിക്കറിയത്തില്ല, വചനത്തിൽ തൊടുവാൻ, ആമേൻ, എനിക്ക് കഴിയുന്നില്ലെങ്കിലും ഞാൻ നിർബന്ധമായി കർത്താവ് ഏൽപ്പിക്കുന്ന ആലോചന പറഞ്ഞ്, ആമേൻ, മുൻപോട്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17:1 മുതൽ വായിക്കുമ്പോൾ, തിശ്ബിനായ, ആമേൻ, എലിയ പ്രവാചകൻ, ആമേൻ, അഹാബ് രാജാവിനോട് പറയുകയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ആമേൻ, ഇനി, ആമേൻ, മഞ്ഞും, ആമേൻ, മഴയും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, എന്തിനാണ് പ്രവാചകൻ അങ്ങനെ ഒരു ദൂത് പറഞ്ഞിട്ട് സാരാഭത്തിലെ വിധവയുടെ അടുക്കലേക്ക് കടന്നുപോയത്? നിന്റെ ജീവിതത്തിനകത്ത് ഒന്ന് സംഭവിക്കണമെങ്കിൽ അവൻ ചിലത്, ആമേൻ, അടയ്ക്കും, ചിലത് തുറക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ സംഭവിക്കണമെങ്കിൽ, ചിലതൊക്കെ, ആമേൻ, ഉണ്ടാകണമെങ്കിൽ, ചിലതൊക്കെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ചില വഴികൾ അടയ്ക്കേണ്ടി വരും, ചില വഴികൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇന്ന് പകലിൽ അടഞ്ഞ വാതിലുകളെ ഓർത്ത് കരഞ്ഞായിരിക്കുന്ന നിങ്ങളെ, ആമേൻ, ആമേൻ, നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ചിലത് അടഞ്ഞത് നല്ലതിനായി സ്തോത്രമെന്ന് വിളിച്ചു പറയുവാൻ ഒരു നല്ല മനസ്സ് ഇന്ന് പകൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അടഞ്ഞത് പുതിയത് തുറക്കാന് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ആരോട് വ്യക്തമായൊരു ദൂത് കൈമാറുന്നു. ചില വഴികൾ അടഞ്ഞത്, ആമേൻ, ആമേൻ, അടഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായ ചില പുതിയ വഴികൾ തുറക്കുവാൻ വേണ്ടിയാ. എനിക്കറിയത്തില്ല, ചില വഴികൾ, ചില പുതിയ വാതിലുകൾ ചില കുടുംബങ്ങളുടെ മുമ്പിലേക്ക് സ്വർഗം ഓപ്പൺ ചെയ്യുവാൻ പോവുകയാ. ജൂഡവ ശബ്ദന
നിന്ന കേട്ട് മടുത്ത നിന്റെ ജീവിതത്തിൽ, പരിഹാസം കേട്ട് മടുത്ത നിന്റെ ജീവിതത്തിൽ, ഒറ്റപ്പെട്ട് അനുഭവിച്ച വേദനകളുടെ നടുവിലേക്ക് സ്വർഗം ചില വാതിലുകൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് നീട്ടുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എന്നും പരിഹാസപത്രമായി നിന്നെ തകർന്നു പോകുവാൻ സ്വർഗം വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകൻ ദൂത് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ വീണ്ടും കർത്താവ് ആമേൻ ആ എലിയ പ്രവാചകനോട് ആമേൻ വീണ്ടും പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. ആമേൻ, നീ പ്രവചനമൊക്കെ പ്രവചിച്ചു ശരിയാ, പക്ഷെ ഇനി നീ ഇവിടെ നിന്നാൽ ആമേൻ സംഗതി കുഴപ്പമാ. ഹല്ലേലൂയ. കാരണം മഞ്ഞും മഴയും ആമേൻ ഇനി എലിയാവ് പറഞ്ഞിട്ടേ ആമേൻ ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴെന്താ സംഭവിക്കുന്നേ? മഞ്ഞും മഴയും പെയ്യാതിരിക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് ക്ഷാമമുണ്ടാകും. ആമേൻ ഹല്ലേലൂയ. ആമേൻ തോട്ടിലെ വെള്ളം വറ്റും. ആമേൻ ഹല്ലേലൂയ. ഭക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങും. ആമേൻ പിന്നെ അവിടെ ദാരിദ്ര്യമാ, കൊടും മരുഭൂമിയുടെ വരൾച്ചയുടെ അനുഭവം ആ ദേശത്ത് വെളിപ്പെടും. പിന്നെ പ്രവാചകൻ അവിടെ താമസിക്കുവാൻ പറ്റുമോ? ആമേൻ പറഞ്ഞ ആലോചന കർത്താവിന് നിവർത്തിക്കാതിരിക്കുവാനും കഴിയത്തില്ല. ആമേൻ ആമേൻ. കർത്താവ് പ്രവാചകനോട് ആമേൻ എലിയാവിനോട് ഇപ്രകാരം പറഞ്ഞു, ആമേൻ നീ ഇവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് ആമേൻ ഹല്ലേലൂയ കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിന്നോട് കർത്താവ് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആമേൻ നീ അവിടെ പോയി മിണ്ടാതിരുന്നോളണം. ഹല്ലേലൂയ. ദൈവം നിന്നോട് എവിടെയെങ്കിലും പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നീ പൊക്കോണം. കാരണം ദൈവാലോചനയെ നിരസിക്കരുത്. കാരണം ആമേൻ ചില സ്ഥാനങ്ങളിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാ. ആമേൻ നിന്നിലൂടെ ചിലത് ചെയ്യാനാ, നീ ചിലത് പ്രാപിച്ചെടുക്കാനാ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് നീ ഓടിയളിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആമേൻ പിടിവീഴുമേ, ആമേൻ പിടിവീഴുമേ. ആമേൻ ഹല്ലേലൂയ. ഇതാ ഏലിയാവ് കർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഇതാ യാത്ര തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക മാത്രമല്ല ചെയ്യുവാൻ കർത്താവ് പറഞ്ഞത്. ആമേൻ ആമേൻ. ഏലിയാവ് ഒരു പ്രവാചകനാ, തനിക്ക് വേണ്ടത് കൊടുക്കാമെന്നുള്ള ആമേൻ വാഗ്ദത്തം ചെയ്ത ആമേൻ ഏലിയാവിനെ ആമേൻ കർത്താവ് കെരീത്ത് തോട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നീ കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കുടിക്കാനുള്ളത് ആമേൻ തോട്ടിൽ ആമേൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കേട്ട ആലോചനയെ മടി കൂടാതെ ഏലിയാവ് ഏറ്റെടുക്കുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ ആമേൻ ഏറ്റെടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെള്ളം തോട്ടിൽ നിന്ന് കുടിക്കും. ഓക്കെ. ആമേൻ ആമേൻ. കാക്ക ഭക്ഷണം കൊണ്ട് തരും. പ്രൈസ് ദി ലോർഡ്. ആ കാക്കയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുമോ? ആമേൻ. നമുക്ക് പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കണമേ. കാക്ക എന്താ ചെയ്യുന്നേ? ആമേൻ വേസ്റ്റിൽ പോയി കൊത്തുന്നത്, ആമേൻ മറ്റു വിസർജ്യങ്ങൾ പോയി കൊത്തുന്ന ആ കൊക്കിൽ വെച്ച് കാക്ക ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ ആമേൻ സ്വർഗം ആ കാക്കയുടെ കൊക്കിനെ എത്രമാത്രം നീറ്റാക്കിയിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കണം. ഒരു ഭക്തന് വേണ്ടി സ്വർഗം കരുതുന്നത് ഏറ്റവും മേൽത്തരമായത്. ഇന്ന് വൈകിയവേളയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആമേൻ നിന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തരുന്നത് പൊട്ടനും ഊമനും ചെകിടനും നടക്കാൻ കഴിയാത്തവനൊന്നുമല്ല. ആമേൻ ഊനമില്ലാത്തതിനെ ജുഡബബ ശബ്ദനെ ഹദനഘടക ശിയാംധന അടകത്തുനി ധികാനഘടക ശബ്ദനാരകൾ പ്രൗഢവന. ആമേൻ സ്വർഗം ഒരുക്കുന്നത് മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവൻ നിന്നെ തൃപ്തി വരുത്തുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടക്കുന്നതിനെ അല്ല, ആമേൻ ആർക്കും വേണ്ടാതെ കിടക്കുന്നതിനെ എടുത്ത് നിന്റെ കയ്യിൽ തരാമെന്നല്ല കർത്താവ് പറയുന്നത്. മേൽത്തരമായത്, മേൽത്തരമായത്, ഇന്നലെ വരെ നീ കണ്ടിട്ടില്ലാത്തത്, നിന്റെ സ്വപ്നത്തിൽ നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്തത്, നിന്റെ ആലോചനയിൽ പോലും ആമേൻ നിനക്ക് ചിന്തിച്ചെടുക്കുവാൻ കഴിയാത്ത തരത്തിൽ ഏറ്റവും മേൽത്തരമായത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് അനുഭവത്തോടു കൂടെ പറയും, എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയത് ഏറ്റവും മേൽത്തരമായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ചില ഞെരുക്കങ്ങളൊക്കെ ജീവിതത്തിനകത്ത് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ചില കഷ്ടതകളൊക്കെ കടന്നു വരും. ആമേൻ, ഹല്ലേലൂയ. ചില കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ കരുതൽ, ആമേൻ ആ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ
കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ഒറ്റപ്പെടലുകളൊക്കെ നല്ലത്, ഒരു നിന്ദകളൊക്കെ നല്ലത്, പരിഹാസം നല്ലത്. പ്രശ്നം വരുമ്പോൾ സ്തോത്രം പറഞ്ഞോളൂ, അത് എന്റെ കുറ്റമല്ല, ഇത് സ്വർഗം എനിക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറ, ഇതൊന്നും എന്റെ ജീവിതത്തിനകത്ത് ആമേൻ ആമേൻ നശിച്ചു പോകേണ്ടതിനല്ല, എന്റെ ജീവിതത്തിനകത്ത് പുതിയതൊന്ന് പുറത്തു വരുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതിൽ പ്രകാരം പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലിയാവിന് ഇപ്പം ആവശ്യം എന്താ? ആമേൻ, കുടിക്കാൻ വെള്ളം വേണം, ആമേൻ, കഴിക്കാൻ ഭക്ഷണം വേണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഇനി അങ്ങോട്ട് മഴയില്ല, ആമേൻ, ഇനി അങ്ങോട്ട് ആമേൻ വെള്ളമില്ല, ഇനി വരൾച്ചയുടെ അനുഭവമാണ്. പ്രവാചകൻ തിരിച്ചറിഞ്ഞ് ആമേൻ ഹല്ലേലൂയ, തോട്ടിലെ വെള്ളമെങ്കിൽ തോട്ടിലെ വെള്ളം, കാക്കയുടെ കൊക്കിലാണ് ആഹാരമെങ്കിൽ അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥനയോടെ അഭിഷക്തൻ ആമേൻ കെരീത്ത് തോട്ടിൽ ചെന്നു. എല്ലാ ദിവസവും കാക്ക ആമേൻ അപ്പവും ഇറച്ചിയുമായി വരും, കെരീത്തില് വെള്ളവുമുണ്ട്. ആമേൻ സന്തോഷമായി സമൃദ്ധമായി കൂടെ ഇരുന്നു. ഭക്തന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്ന് നമുക്കിവിടെ വായിക്കുമ്പോൾ ആമേൻ താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥിച്ചു മടുത്ത് തളർന്ന് പ്രാർത്ഥനയുടെ മറുപടി ഇല്ലാതെ നിരാശയോടെ ആമേൻ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിന്നോട് നിന്റെ അതിരിനെ വിശാലമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിമാറാക്കുമെന്ന് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ അവൻ കരം പിടിച്ച് മാനിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്വർഗം അത് ചെയ്തിരിക്കുക തന്നെ ചെയ്യും. കാക്കയുടെ വരവ് നിന്നാലും ആമേൻ ശാരാപത്ത് വറ്റിയാലും വറ്റാത്തൊരു നീരുറവ, ആമേൻ, നീ നനവുള്ള തോട്ടം പോലെ ജൂഡബ ശബ്ദന അടകത്തുനി ധികാനഘടക ശബ്ദന അടകടകടക ശബ്ദന. നിന്റെ വേരാറ്റരികത്ത് ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്, അതിന്റെ ഇല വാടത്തില്ല, അത് പച്ചയായിരിക്കും. ഉഷ്ണം തട്ടിയാലും വാടത്തില്ല. ആമേൻ. ആ ഉഷ്ണം വന്നാലും വാടാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് ഇന്ന് വൈകിയവളെ വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഏത് കാക്കയുടെ വരവ് നിൽക്കട്ടെ, ഏത് കെരീത്ത് വറ്റട്ടെ, നിനക്ക് വേണ്ടി അടുത്തൊരു സാരാഭത്തിനെ ഒരുക്കുന്ന ഒരു വലിയവനായ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില തോടുകളൊക്കെ വറ്റുന്നത് നല്ലതിന്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അടുത്തൊരു പ്രൊമോഷൻ ചൂടബ ശബ്ദന ഹതനഘടകശിയ അർത്ഥപ്രൗഢവനെ ദീപലഘടക ശബ്ദന അർത്ഥനഘടശിയംധന വൈഡ പ്രൗഢവന ദീപലഘടകശി. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് ശ്രേഷ്ഠമായത് നിന്റെ കരത്തിൽ തരുന്ന നല്ല കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവിനെ മറന്ന് ജീവിക്കുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഒരിക്കലുമില്ല. ആമേൻ. ഒരു ഭക്തന് പറയുവാൻ കഴിയും, അവൻ ഏത് ക്ഷാമത്തിലും എന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമാണ്. ആമേൻ. ലോകം ക്ഷാമത്തിലേക്ക് കടക്കട്ടെ, ആമേൻ, ലോകം ഏത് കഷ്ടതയിലേക്ക് കടക്കട്ടെ, പക്ഷേ നീതിമാന്റെ സന്തതി ആമേൻ അവൻ അപ്പം ഇരക്കുവാൻ അനുവദിക്കത്തില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിഷം നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് ഒരുക്കി തരുന്ന ദൈവം, നിന്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്ന ദൈവം, നിന്റെ ഞെരുക്കത്തിന്റെ ആമേൻ ആമേൻ അതിരിനെ അവൻ ആമേൻ അടച്ച് ആമേൻ നിന്റെ ആമേൻ ഉന്നതങ്ങളുടെ വഴികളെ ഈ ദിവസങ്ങൾ സ്വർഗം ഓപ്പൺ ചെയ്യുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് നന്മയെ ഏത് ലോകം ഇരുമ്പോടാമ്പലുകൾ കൊണ്ട് കെട്ടിയാലും, ഏത് യെരിഹോ മതിൽ നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നേരെ പിശാച് കെട്ടിപ്പൊക്കിയാലും, വിശ്വാസത്തോടെ നീ സ്തോത്രം ചെയ്യുവാൻ തുടങ്ങുക, വിശ്വാസത്തോടെ നീ സ്തുതിക്കുവാൻ തുടങ്ങുക. ആമേൻ. നിന്റെ സ്തുതിയും സ്തോത്രവും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഏത് യെരിഹോ മതിലും ആമേൻ നിന്റെ വാക്കിന്റെ അധികാരം കൊണ്ട്, നിന്റെ നാവിന്റെ അധികാരം കൊണ്ട് ഏത് ആമേൻ യെരിഹോ മതിലും നിന്റെ മുൻപിൽ കാലടിയായി തീരുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തോത്രം പറ. ആമേൻ. ചില തോടുകളൊക്കെ വറ്റിയതിനായി സ്തോത്രം, ചില കാക്കയുടെ വരവ് നിന്നതിനായി സ്തോത്രം. കാരണം ചില കാക്കയുടെ വരവ് നിന്നാലേ ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന ചില പുതിയ പദ
പദവികളിലേക്ക്, ചില പുതിയ നന്മകളിലേക്ക് നിനക്ക് ചാടി കടക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യ പിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ല. ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ പോകുന്ന റൂട്ട് ശരിയാണോ? നിങ്ങളും അപ്പനുമായുള്ള ബന്ധം, ആ അഭേദ്യമായ ബന്ധം ആഴത്തിലുള്ളതാണോ? ആമേൻ അത് ക്ലിയർ ആണെങ്കിൽ ആമേൻ കാക്കയെ നിങ്ങൾ നോക്കണ്ട, ആമേൻ വറ്റിയ തോടിനെ നീ നോക്കണ്ട. ആമേൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരം, ഹല്ലേലൂയ, നിന്നെ ആമേൻ വിടുവിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് പകലിൽ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ തോട് പറ്റിയപ്പോൾ കർത്താവ് അടുത്ത് ആമേൻ എലിയാവിനോട് പറയുകയാണ്, ആമേൻ നീ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാക്കയുടെ വരവ് നിന്നല്ലേ, ആമേൻ കെരീത്ത് വറ്റിയല്ലേ, ആമേൻ നിന്നെ അടുത്തൊരു സ്ഥാനത്തേക്ക് ആമേൻ ഞാൻ നിന്നെ അയക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കരമായിട്ട് ആമേൻ എന്നെ ടച്ച് ചെയ്ത ഭാഗമാണ്. ആമേൻ ആ സാരഭത്തിലെ വിധവ ആമേൻ അവിടെ പ്രവാചകനോട് പറയുന്നു, ആമേൻ നീ കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഒരു വിധവയെ നീ കാണും, അവളിലൂടെ ദൈവം അടുത്ത ആമേൻ പോഷിപ്പ് നിനക്ക് വേണ്ടി അവിടെ ഒരുക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ചില സ്ഥാനങ്ങളിൽ നീ പോകുന്നത് നിന്റെ ജീവിതത്തിനകത്തും അഭിവൃദ്ധിയാ, ആമേൻ പോകുന്ന സ്ഥലവും മെച്ചപ്പെടാൻ വേണ്ടിയാ. ആമേൻ നീ ചെന്ന് കേറുന്നിടവും അനുഗ്രഹിക്കപ്പെടും, നീയും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതൊരു ദൂത കേട്ടോ. ആമേൻ പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് അങ്ങനെ പറയുവാൻ പറയുന്നു, നീ ചവിട്ടുന്ന ദേശമുണ്ടല്ലോ, നീ കാൽ വെക്കുന്ന ബിസിനസിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നീ ആമേൻ കാൽ വെക്കുന്ന ഓഫീസ് ഉണ്ടല്ലോ, ആമേൻ നീ കാൽ വെക്കുന്ന നിന്റെ കുടുംബ ജീവിതമുണ്ടല്ലോ, ആമേൻ സ്വർഗം പറയുന്നു, ആമേൻ നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ അങ്ങനെ ഇതാ ആമേൻ ഹല്ലേലൂയ വിധവയോട് കർത്താവ് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. ആമേൻ വീണ്ടും ഇത് അഭിഷിക്തൻ യാത്ര തിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ 9ാമത്തെ വാക്യം, സീദോനോട് ചേർന്ന് സാരാഭത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാൻ നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. സാരാഭത്തിലേക്ക് പോയി അവൻ പട്ടണവാതിൽക്കൽ കടക്കുമ്പോൾ തന്നെ അവൻ ഒരു വിധവ വിറക് പെറുക്കുന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവളുടെ കയ്യിൽ ആകപ്പാടെയുള്ളത് ആമേൻ ഒരു പിടി മാവും ഒരല്പം എണ്ണയും. പ്രൈസ് ദി ലോർഡ്. അവൾക്കൊരു മകനുണ്ട്, അവൾ വിധവ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ എന്തിനാ ആ വചനം താഴോട്ട് വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും, അവൾ എന്തിനാ വിറക് പിറക്കിയത്? ആമേൻ ഉണ്ടായിരുന്ന ഒരല്പം ആമേൻ അടയും, ആമേൻ ഉണ്ടായിരുന്ന ഒരു അല്പം ആമേൻ മാവും എണ്ണയും വെച്ച് അടയുണ്ടാക്കി ഭക്ഷിച്ച് ആമേൻ നാളേക്ക് ഇനി ഒന്നുമില്ല, എങ്ങനെ ഈ കുഞ്ഞിനെ പോറ്റി വളർത്തും, എങ്ങനെ ഇനി മുൻപോട്ട് പോകും, നാളെ ആമേൻ മരണത്തിന്റെ നാളെയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ അവർ തന്നെ വിധി എഴുതി ആമേൻ ആമേൻ ഇത് കഴിച്ചു മരിക്കുവാൻ പദ്ധതി ഒരുക്കിയ ആമേൻ ഒരു കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ദൂത് പറഞ്ഞത്, ചില സ്ഥാനത്തേക്ക് നിന്നെ അയക്കുന്നത് ചില ആമേൻ ബന്ധിക്കപ്പെട്ട ചില വ്യക്തികളെ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമല്ല, ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ പ്രാർത്ഥനയുണ്ടോ, നിന്നിൽ അധികാരമുണ്ടോ, നീ ചെല്ലുമ്പോൾ തന്നെ ചില പട്ടണവാതിൽക്കൽ കടക്കുമ്പോൾ തന്നെ, ചില ഭവനത്തിന്റെ വാതിൽ തുറന്ന് നീ അകത്ത് കയറുമ്പോൾ തന്നെ ബന്ധനങ്ങൾ അഴിയപ്പെട്ടു തുടങ്ങും, കെട്ടുകൾ അഴിയപ്പെട്ടു തുടങ്ങും. ആമേൻ ഹല്ലേലൂയ. ഭൂതങ്ങൾ അലറിയോടി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ആമേൻ ഇതാ ആമേൻ ഏലിയാവ് ഒരു സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ആലോചന പറഞ്ഞല്ലോ, ഒരു വിധവ കടന്നു വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആമേൻ എന്താണ് ആമേൻ ഏലിയാവ് പറഞ്ഞത്? ആമേൻ ഹല്ലേലൂയ. ആമേൻ നീ വരുമ്പോൾ ആമേൻ എനിക്ക് കുറച്ച് വെള്ളവും കൊണ്ടുവരണം, ആമേൻ ഒരു കഷ്ണം അടയും കൂടി എനിക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവളോട് ആമേൻ വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ ആമേൻ എനിക്കൊരു അപ്പവും ഇല്ല, ഞാനിതാ 2 വിറക് പെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കൊണ്ടു ചെന്ന് ആമേൻ എനിക്കും മകനും ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാൻ ഇരിക്കുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവളുടെ സത്യാവസ്ഥ ആമേൻ
ഏലിയാവിനോട് തുറന്നു പറയുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, നിന്റെ സാഹചര്യത്തെ യഥാർത്ഥമായി ആ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ? നിന്റെ ദാരിദ്ര്യത്തെ, നിന്റെ രോഗത്തെ, നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളെ, നിന്റെ തലമുറയുടെ ലോകത്തിന്റെ വഴികളെ, ആമേൻ, നിന്റെ പച്ചയായ അനുഭവത്തെ, നിന്റെ ഭാരത്തെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുവാൻ തയ്യാറാണോ? നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള മുറിവുകളെ അറിഞ്ഞ്, നിന്റെ ഹൃദയത്തിനകത്ത് ഏൽക്കപ്പെട്ട ചില മുറിവുകളെ അറിഞ്ഞ്, വേദനകളെ അറിഞ്ഞ് നിന്റെ പ്രശ്നത്തിന് സ്വർഗം ഒരു പരിഹാരം നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ വാക്ക് കേട്ടപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഏലിയാവിന്റെ ഹൃദയം വല്ലാണ്ട് ഞെരുങ്ങി കാണും, വല്ലാതെ വേദനിച്ചു കാണും. കാരണം മരണം അത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, വേർപാട് അത് ആർക്കും സഹിക്കുവാൻ കഴിയുന്നൊരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് കഷ്ടകാലത്തിന് വന്നും പോയി, ആമേൻ, ഈ വിധവയോട് ചോദിച്ചും പോയി, ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, ഇനി എന്താണ് നടക്കുവാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ മരണം, ആമേൻ, ഏലിയാവും കൂടി കാണേണ്ടി വരുമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയും, അവളുടെ ഉള്ള അവസ്ഥ സ്വർഗത്തോട് തുറന്നു പറയുവാൻ കഴിഞ്ഞപ്പോൾ, ആമേൻ, സ്വർഗം അവൾക്ക് വേണ്ടി, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും മേൽത്തരമായത്, ആമേൻ, അവളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത, അവളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അന്ന് വരെ അവൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഏറ്റവും മേൽത്തരമായത്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആ ദൂത് അങ്ങോട്ട് പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളുടെ ഹൃദയത്തിലെ ആവശ്യത്തെ, അവളുടെ ഞെരുക്കത്തെ, അവളുടെ ഭവനത്തിനകത്ത് സംഭവിക്കുവാൻ പോകുന്ന ദുഃഖത്തിന്റെ വാർത്തയെ അവൾ ഏലിയാവിനോട് പറഞ്ഞപ്പോൾ അത് ആരാ കേട്ടത്? സ്വർഗത്തിലെ തമ്പുരാന്. ഏലിയാവിനെ ആരാ അവിടെ അയച്ചത്? സ്വർഗത്തിലെ അപ്പന്. ആമേൻ, ഹല്ലേലൂയ. എന്തൊക്കെ പ്രോസസ്സിംഗിലൂടെയാ ഏലിയാവിനെ അവിടെ വിട്ടത്? ആമേൻ, അഭിഷക്തന്റെ നാവിലൂടെ ദൂത് വന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. എന്നിട്ട് ആമേൻ, ഭക്തന് വേണ്ടതിനെ കർത്താവ് കരീത്തിൽ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് ഒരു മരണം സംഭവിക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ അത് സ്വർഗം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ മരിക്കുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ആത്മഹത്യക്ക് വേണ്ടി, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി കൊതിക്കുന്ന, ആമേൻ, മരണത്തിന് വേണ്ടി കൊതിച്ചായിരിക്കുന്ന കുടുംബമേ, നീ മരിക്കേണ്ടവളല്ല, നീ തകരേണ്ടവനല്ല. ആമേൻ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ, ഗതികേടിനെ മാറ്റുവാൻ കഴിവുള്ള, നിന്റെ ഗതികേടിനെ മാറ്റുവാൻ കഴിവുള്ള ചൂടവ ശബ്ദന വൈഷമന ഹതനഘടകശി യാന്തനെ അൽകൽപ്രൗഢവന ധീമലഘടകശി. ആമേൻ, നിന്റെ പ്രശ്നത്തെ, കുടുംബത്തിനകത്തുള്ള കലക്കത്തെ മാറ്റി തരുവാൻ, അസമാധാനത്തിന്റെ അനുഭവത്തെ മാറ്റി തരുവാൻ ഒരു വാക്കുകൊണ്ട് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഒന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാത്ത അവസ്ഥ. ആമേൻ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് ഒന്ന് സന്തോഷമായി ചിരിക്കുമെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര അടിയാ, പിന്നെ അത് ഒരാഴ്ച നീണ്ടു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കലക്കി മറിയുന്ന അനുഭവത്തിൽ കിടക്കുന്ന കുടുംബങ്ങളെ, ഇനി ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് മരിച്ചാൽ മതി, നല്ലതൊന്നും ഇനി എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാനില്ല, ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം, അങ്ങനെ ചോദ്യങ്ങളുമായി ഇരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ, ആമേൻ, നിന്റെ ഇന്നലെയേക്കാൾ നിന്റെ നാളെയെ ഏറ്റവും ശ്രേഷ്ഠമാക്കി തരുവാൻ ആ നല്ല കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാലും ആമേൻ, ഏലിയാവ് പറഞ്ഞ വാക്കിനെ, ആമേൻ, ഹല്ലേലൂയ, ആ വിധവ അംഗീകരിക്കുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ദൈവം നിന്നോടൊന്ന് കൽപ്പിച്ചാൽ അത് നീ അക്ഷരപ്രതി, ആമേൻ, അനുസരിക്കുവാൻ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. സംഗതി മരണമാ മുൻപിൽ, ആമേൻ, സംഗതി മരണമാ മുൻപിൽ, ആമേൻ, അമ്മയും മകനും, ആമേൻ, വിറക് പിറക്കി അടയുണ്ടാക്കി, ആമേൻ, മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയായിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഭക്തനെ, നിന്റെ കുടുംബത്തിനകത്ത് യേശുവിന്റെ സുവിശേഷം നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്നത് നീ മരിക്കുവാനല്ല, ആമേൻ, നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാ. ആമേൻ, അവൻ നല്ല ഇടയനാ. ആ നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തുവെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പാപത്തിന്, നമ്മുടെ രോഗത്തിന്, നമ്മുടെ ഞെരുക്കത്തിന്, നമ്മുടെ ഇല്ലായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ നിന്ദയ്ക്ക് വേണ്ടി, നമ്മുടെ പരിഹാസത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ അവൻ ഇതെല്ലാം ഏറ്റുവാങ്ങിയവനാ. പ്രൈസ് ദി ലോർഡ്. ആ നല്ല കർത്താവ്, ആമേൻ, ശാരാപത്തിൽ മാത്രമല്ല
ആമേൻ ഹല്ലേലൂയ കല്ലറയിൽ മാത്രമല്ല ഇറങ്ങി വരുന്നത്, ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്റെ കുടുംബത്തിനകത്ത് ആമേൻ മദ്യപിച്ചും കൂത്താടിയും ലഹരികളിലും ലോകത്തിന്റെ വഴികളിലുമായിരിക്കുന്ന നിന്റെ തലമുറയുടെ നടുവിലേക്ക്, നിന്റെ ഭർത്താവിന്റെ നടുവിലേക്ക്, രോഗിയായിരിക്കുന്ന നിന്റെ കുടുംബത്തിലെ ആമേൻ വ്യക്തികളുടെ ഇടവിലേക്ക് ആമേൻ ഇന്ന് പകൽ അവൻ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ വിശ്വാസത്തോടുകൂടെ ആമേൻ വിധവ എന്ത് ചെയ്തു? ആമേൻ ഹല്ലേലൂയ ഏലിയാവിന് വേണ്ട അടയും വെള്ളവുമായി മടങ്ങി വന്നു. ആമേൻ അടുത്തൊരു പ്രവചന ദൂത പറയുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഈ ആമേൻ ക്ഷാമം മാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വീട്ടിനകത്ത് മാത്രം ഒന്നിനും ഒരു കുറവ് വരുത്തത്തില്ല. ഇല്ലായ്മയെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുന്ന ദൈവം, കലത്തിലെ മാവ് കുറഞ്ഞു പോകുവാൻ അനുവദിക്കാത്ത ദൈവം, ആമേൻ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുവാൻ അനുവദിക്കാത്ത ദൈവം, ഒരു വർധനവിന്റെ അനുഭവത്തിലേക്ക് ചൂടമന ശബ്ദന ഹടകശിയാംതനെ വൈഡമന ധീബലഘടക ശബ്ദനാരകൾ പ്രൗഢമന സാമ്പത്തികമായി തകർന്ന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബമേ, ആമേൻ ഇല്ലായ്മയിൽ എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്ന ആ നല്ല കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ആമേൻ ഇല്ലായ്മയുടെ ആമേൻ അറകളെ അവൻ സമൃദ്ധിയോടെ നിറയ്ക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ് ജുഡബ ശബ്ദനാരകൾ ഘടകശി. അതാ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത് 14ാമത്തെ വാക്യം. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ ആമേൻ കലത്തിലെ മാവ് കുറഞ്ഞു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ് ആമേൻ. എനിക്ക് തോന്നുന്നു ആ വിധവ അമ്പരന്ന് കാണും. പ്രൈസ് ദി ലോർഡ് മാവ് എടുക്കും തോറും അതിനകത്ത് വർധനവ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, നമ്മുടെ കർത്താവിന്റെ കരുതൽ എത്രയെന്ന്. പ്രൈസ് ദി ലോർഡ് അവന്റെ കരുണ എത്രയെന്ന്, അവൻ ആമേൻ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന്. ആമേൻ ഹല്ലേലൂയ ആമേൻ. ആ വിധവ ആ കലത്തിൽ നിന്ന് മാവെടുക്കും തോറും അതങ്ങോട്ട് വർദ്ധിക്കുവാൻ തുടങ്ങി. ഓ ശംധാന രഗൽ ഘടക ശിധീബലഘടക ശംധാന. ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. നിന്റെ ഇല്ലായ്മകളെ ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞോ. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞോ. കർത്താവേ, ഞാൻ ഭവനമില്ലാത്തവളായി ഭാരപ്പെടുന്നു. ആമേൻ മക്കളില്ലാത്തവളായി ഭാരപ്പെടുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ബിസിനസ് തകർന്നായിരിക്കുന്നു. കുടുംബജീവിതം തകർന്നായിരിക്കുന്നു. നീ എന്നെ ഒന്ന് പണിയണമേ. നീ എന്നെ ഒന്ന് പണിയണമേ. നീ എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. ഞാനായിരിക്കുന്ന എൻ്റെ ഞെരുക്കത്തിലേക്ക് ആമേൻ നുറുങ്ങപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു വർധനവിലേക്ക് നീ എന്നെ കൊണ്ടുവരണമേ. ജൂഡമന ശബ്ദന വൈഡൽ ഘടകശിയ അർത്ഥന രകം ധുനി ധീമന ഘടക ശബ്ദാരകന. ഹല്ലേലൂയ. നിന്റെ കലത്തിലെ മാവ്, നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തില്ല. എനിക്കറിയത്തില്ല. ഞെരുങ്ങിയിരിക്കുന്നവരെ സ്തുതിച്ചു തുടങ്ങിക്കോ. നിന്റെ ഞെരുക്കത്തെ അവൻ മാറ്റുവാൻ പോകുന്നു. നിന്റെ പ്രശ്നത്തെ അവൻ മാറ്റുവാൻ പോകുന്നു. നിന്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കുവാൻ പോകുന്നു. നിന്റെ കണ്ണുനീരിന് കാരണമായ പ്രശ്നത്തെ അവൻ പരിഹരിക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ് ആമേൻ. എന്നോട് സ്വർഗ്ഗം അങ്ങനെ പറയുവാൻ പറയുന്നു. നിന്റെ കണ്ണുനീരിന് കാരണമായ വിഷയങ്ങളെ അവൻ ഇന്ന് പകലിൽ തൊടുന്നുണ്ട്. വൈശമന ഹതനഘടക ശിയാംധനെ അൽഗൽ പ്രൗഢമന ധീബലഘടക ശംധാരകന അഥനഘടക ശിയാം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. ചില ഇല്ലായ്മകളെ നോക്കി പ്രവചിച്ചു തുടങ്ങിക്കോ. ആമേൻ. ചില ഇല്ലായ്മകളെ നോക്കി പ്രവചിച്ചു തുടങ്ങിക്കോ. ആമേൻ. ഇല്ലായ്മയിൽ സമൃദ്ധി നൽകി നിന്നെ പോഷിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. അവനൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ, ആമേൻ, അവൻ നിറയ്ക്കുവാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും ആ വഴിയെ സ്റ്റോപ്പ് ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. ആമേൻ. സ്വർഗ്ഗം ഒരു വാതിൽ നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുവാൻ തുടങ്ങിയാൽ പിന്നെ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. നിറയുവാൻ ആഗ്രഹിക്കുന്നവരാണോ? ആമേൻ. ആ നിറവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. ചില മിനിറ്റുകൾ എഴുന്നേറ്റാട്ടെ. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് ആ നിറവ് ആഗ്രഹിക്കുന്നവർ എന്നല്ല കർത്താവിനെ ഒന്ന് വായി തുറന്നൊന്ന് സ്തുതിക്കുവാൻ തുടങ്ങിക്കോ. ഇന്ന് പകലൊരു നിറവ് കൊണ്ട് നീ മടങ്ങാവുള്ളൂ. ആമേൻ. സാരാഭത്തിലെ വിധവയുടെ കലത്തിലെ മാവിന് നിറവ് വരുത്തിയെങ്കിൽ, ആമേൻ, ആമേൻ, ഭരണിയിലെ എണ്ണയ്ക്ക് നിറവ് വരുത്തിയെങ്കിൽ, വായികളെ തുറന്ന് പ്രശ്നങ്ങളെ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന് പകലിൽ ഒരു മറുപടിയുമായി മടങ്ങിപ്പോകത്തുള്ളൂ. എൻ്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നത്തെ, എൻ്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളെ ആമേൻ പണിതിട്ട് ഞാൻ ഇന്ന് ഇതിനകത്തൊന്ന് പോകത്തുള്ളൂ. ആമേൻ. എൻ്റെ തൊഴിലിനെ നീ അനുഗ്രഹിച്ചിട്ട്, നന്മയുടെ വാതിലിനെ വർദ്ധിപ്പിച്ചിട്ട് ഞാൻ
ഇതിനകത്തു നിന്ന് മടങ്ങത്തുള്ളൂ. വൈഷമന ഹതനഘടക ശിയാംതനെ ആൽക്കൽ പ്രൗഢപന ദീപലഘടക ശബ്ദന. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ ഇല്ലായ്മകളെ പണിയണമേ, ഇവരുടെ ദാരിദ്ര്യത്തെ പണിയണമേ, ഇവരായിരിക്കുന്ന ഇവരുടെ കുടുംബത്തിന്റെ തകർച്ചയുടെ നടുവിൽ, ആമേൻ, തലമുറകളുടെ തകർച്ചയുടെ നടുവിൽ, ആമേൻ, സ്വർഗ്ഗം അങ്ങൊരു പണിയൽ നൽകണമേ. ഇവരുടെ ഇല്ലായ്മയിൽ ദൈവം ഈ ദിവസങ്ങൾ വിളിച്ചു വരുത്തി ഒരു സമൃദ്ധി നൽകി മാനിക്കുന്നതിനായി സ്തോത്രം. സ്വർഗത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നു ഇവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നു ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളച്ചിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളച്ചിൽ നിന്നും നീങ്ങി പോകട്ടെ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മശക്തിയാൽ എന്നെ നടത്തേണമേ, ഇന്ന് ആത്മശക്തിയാൽ എന്നെ നടത്തേണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകു പോലൊരു കേണമേ, ഇന്നു മെഴുകു പോലൊരു കേണമേ. ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഒരുക്കിടുവാൻ. സ്വർഗ്ഗസിയോനിലെ വിത്തു വിതപ്പാൻ, സ്വർഗ്ഗസിയോനിലെ വിത്തു വിതപ്പാൻ. നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ, നല്ലവണ്ണമാതു ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എന്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്ന് ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നു ഇവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നു ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ എല്ലാ ഉള്ളച്ചിൽ നിന്നും നീങ്ങി പോകട്ടെ, എല്ലാ ഉള്ളച്ചിൽ നിന്നും നീങ്ങി പോകട്ടെ. സന്തോഷം പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.